ഹായ് നമസ്കാരം, ഏവർക്കും ഫാൽക്കൺ എക്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ദിജേഷ് ദിനേശൻ. SCRT സീരീസിലെ ഇന്നൊരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം SCRT പാഠപുസ്തകങ്ങൾക്ക് വരുന്ന PSC മത്സര പരീക്ഷകളിലുള്ള പ്രാധാന്യം LP UP ആയാലും HSA പോലുള്ള എക്സാമുകളായാലും 10th +2 ഡിഗ്രി പോലുള്ള എല്ലാ PSC മത്സര പരീക്ഷകളിലും SCRT പാഠപുസ്തകങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ആഴത്തിലും വ്യത്യസ്തമായ രീതിയിൽ നമുക്കത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഒരു പുതിയ ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് മധ്യകാല ഇന്ത്യ. ഏതാണ് മധ്യകാല ഇന്ത്യ? അപ്പൊ നമുക്ക് പഠിക്കല്ലേ? റെഡിയല്ലേ? ഓക്കെ അല്ലേ? നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഫാൽക്കൺ PSCയുടെ പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, വിദ്യാരംഭം 2.0. എന്തിനാണ്? കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ VFA, LDC 2027, ബെബ്കോ LD, കൂടാതെ കേരള PSC ഫൗണ്ടേഷൻ കോഴ്സ് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാരംഭം 2.0 ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെഡി ആയണം, പഠിക്കാൻ റെഡി ആകണം, കോഴ്സിൽ ജോയിൻ ചെയ്യണം. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 499 രൂപയ്ക്ക് ഇപ്പോൾ ഓഫർ പ്രൈസിൽ നിങ്ങൾക്കത് ലഭ്യമാണ്. എത്ര രൂപയാണ്? 499 രൂപയ്ക്ക്. മടിച്ചു നിൽക്കാതെ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക, റാങ്ക് അടിക്കുക. റെഡിയല്ലേ? ഒരു കാര്യം കൂടി നിങ്ങൾക്കായി തരുന്നു. എന്താ ഫ്രീ ടെസ്റ്റ് സീരീസ് ആണ്. എല്ലാവരും നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് വഴി അതിൽ ജോയിൻ ചെയ്യുക. എല്ലാവരും കൃത്യമായിട്ട് ദിവസവും തരുന്ന ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക, ചോദ്യങ്ങൾ പഠിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്തുക. ഓക്കെ, റെഡിയല്ലേ? ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഏതാണ്? 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസ് മധ്യകാല ഇന്ത്യ. നേരത്തെ നമ്മൾ ചാപ്റ്ററിന്റെ പേര് കണ്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ്? കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ആ ഒരു പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുക. റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം നോക്കാം. അതിനു മുമ്പ് 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് 2 ചിത്രങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ട മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും, അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു തലസ്ഥാന നഗരമായ ഹംപിയുടെ ഒരു ചിത്രവുമായി കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നു, നോക്കൂ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്, അല്ലെ? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഈ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ടയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചെങ്കോട്ടയുടെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ്? ദക്ഷിണേന്ത്യയിൽ അതേ കാലഘട്ടത്തിൽ, മുഗൾ സാമ്രാജ്യം കാലഘട്ടത്തിൽ തന്നെ അതേ കാലഘട്ടത്തിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചും ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ചാപ്റ്ററിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ 2 ചിത്രങ്ങൾ നിങ്ങളതിനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം 8ാം ക്ലാസ് ആണ്, 7ാം ക്ലാസ് ആണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരി, മുഗൾ ഭരണാധികാരികളുടെ ശരിയായ ക്രമം. നമ്മൾ ഒരുപാട് മുഗൾ ചക്രവർത്തിമാരെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, അക്ബർ, ബാബർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ നോക്കാം. ബാബർ, അക്ബർ, ഹുമയൂൺ, അതുവരെ ശരിയാണോ? അല്ല, തെറ്റാണ്. അക്ബർ 2ാമത്തെ ആളല്ല. ബാബർ, ഹുമയൂൺ, അക്ബർ അല്ല. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഏതാണ്? ഓപ്ഷൻ C ആണ് ഉത്തരം. എന്താണ്? മുഗൾ ചക്രവർത്തിമാരുടെ ഒരു ഓർഡർ ആണ് ആദ്യത്തെ ചോദ്യം. ആരാണ് ആദ്യത്തെ? നമുക്കറിയാം, ഈ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാബർ ആണ്. അവസാന കാലഘട്ടത്തിൽ ഭരിച്ചത് ഔറംഗസേബ് ആണെന്നും അറിയാം. അതിനിടയിലുള്ള കുറച്ച് ആൾക്കാരുടെ ചെറിയൊരു ഓർഡർ എങ്ങാനും തെറ്റിയിട്ട് തന്നാൽ അത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാതിരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് വരുന്നത്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇത്രയും മുഗൾ ചക്രവർത്തിമാരാണ് ഇന്ത്യ ഭരിച്ചത്. 1526 മുതൽ 1857 വരെയുള്ള കാലഘട്ടം, അതായത് 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം വരെ ഇന്ത്യ ഭരിച്ച ഒരു വിഭാഗമായിരുന്നു ഇത് മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരെയാണ് നമ്മൾ പറഞ്ഞത്. നോക്കാം, SCRT പാഠപുസ്തകത്തിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന SCRT പാഠപുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, മുഗൾ ഭരണം എങ്ങനെയാണ്?
1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ബാബറാണ്. ആരാണ് ആദ്യത്തെ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്? ബാബറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അതാണ് അതിന്റെ ഓർഡർ. അത് പറയുന്നു, ടെക്സ്റ്റ് പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നു 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബർ ആണെന്ന് പറയുന്നു. ഡൽഹി ആയിരുന്നു അവരുടെ ഭരണ കേന്ദ്രം അല്ലെ. 1757 വരെ ഡൽഹി കേന്ദ്രീകരിച്ചിട്ടാണ് അവര് ഭരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നതുകൊണ്ട് എങ്ങാനും ഇതിന്റെ ഏതെങ്കിലും ഒരു ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റരുത്. ഇയർ ചോദിക്കാൻ സാധ്യതയില്ലെങ്കിലും ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കണം. 1526 ഭരണം ആരംഭിച്ചത്, അതെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. 1857 ഭരണം അവസാനിച്ചത്, മുഗൾ ഭരണം അവസാനിച്ചത്. ചക്രവർത്തിമാരുടെ ഭരണം അവസാനിക്കുന്നത് അവസാനത്തെ ചക്രവർത്തി ഔറംഗസേബ് ആയിരുന്നു. 1707 കൂടിയിട്ട് മുഗൾ ചക്രവർത്തി എന്ന് പറയുന്ന ഒരു പൊസിഷനിലെ ഭരണം അവസാനിച്ചു. അതിനുശേഷവും എന്തുണ്ടായിരുന്നു? മുഗൾ സാമ്രാജ്യം ഇവിടെ നിലനിന്നിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരൊന്നും ഉണ്ടായിരുന്നില്ല. ചില ഭരണാധികാരികൾ, ഷാ രണ്ടാമൻ എന്ന് പറയുന്ന, ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിനെ പോലെയുള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പ്രശസ്തി ഇല്ലാത്ത രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നു. എങ്കിലും ആദ്യത്തെ വർഷം പഠിക്കേണ്ടത് 1526 മുതൽ 1530 വരെ ആദ്യത്തെ വ്യക്തി ആരാണ്? ബാബറാണ്. 1530 മുതൽ 40 വരെയും 55 മുതൽ 556 വരെയും ഹുമയൂൺ ഭരിച്ചിട്ടുണ്ട്. നമുക്കറിയാം മുഗൾ സാമ്രാജ്യത്തിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത് ഹുമയൂണിന്റെ കാലഘട്ടത്തിലാണ്. ഷേർഷാ സൂരി എന്ന് പറയുന്ന ഒരു സൂർ വംശത്തിലെ രാജാവ് അദ്ദേഹത്തെ തോൽപ്പിക്കുകയും ആ ഭരണം ഏറ്റെടുക്കുകയും പിന്നീട് തിരിച്ച് ഹുമയൂൺ ഭരണത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം അക്ബറാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വ്യക്തി. 1556 മുതൽ 1605 വരെ ഇന്ത്യയിലെ ഡൽഹി കേന്ദ്രമായിട്ട് മുഗൾ സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? അക്ബർ എന്ന് പറയുന്നത്. അതിനുശേഷം ജഹാംഗീർ ഭരിച്ചു. അതിനുശേഷം ഷാജഹാനെ പറ്റിയിട്ട് നമ്മൾ താജ്മഹലുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ. അതുപോലെ നിർമ്മിതികളുടെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഷാജഹാനാണ്. അവസാനത്തെ വ്യക്തിയാണ് ആര്? ഏതിലെ? ചക്രവർത്തിമാരിൽ അവസാനത്തെ വ്യക്തിയാണ് ആര്? ഔറംഗസേബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രം ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് എന്താവാം, നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? നോക്കൂ, രണ്ടാമത്തെ ചോദ്യം ബാബറുമായി. ആരാണ് ബാബർ? ആരാണ്? 1526 മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ വ്യക്തിയാണ് ആര്? ബാബർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം മുഗൾ ചക്രവർത്തിയായിരുന്ന വ്യക്തി അല്ലെ. നമ്മളിപ്പോ നേരത്തെ തന്നെ പറഞ്ഞു ആ ചിത്രത്തിൽ. അങ്ങനെയല്ല, ഈ ചോദ്യം തെറ്റാണ്. എങ്ങനെയാണ്? ഏറ്റവും കുറവ് കാലമാണ് ആര് ഭരിച്ചത്? ബാബർ ഭരിച്ചത്. അപ്പൊ ശരി, ഏറ്റവും കൂടുതൽ കാലം എന്നുള്ളത് തെറ്റായി. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ശരിയാണ്. 1526 ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചുകൊണ്ടാണ് മുഗൾ ഭരണത്തിന് ഇവിടെ അടിത്തറയിടുന്നത്. അത് ബാബറാണ്. സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ കണക്ക് ചെയ്ത് പഠിക്കാം? ഒരു സാമ്രാജ്യം അവസാനിപ്പിച്ച്, സുൽത്താനേറ്റിനെ അവസാനിപ്പിച്ച് പുതിയൊരു സാമ്രാജ്യം കൊണ്ടുവന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ തുടക്കം വെച്ച വ്യക്തിയാണ്. അപ്പൊ അയാൾ എന്തായിരിക്കണം? ഒരു സാഹസികനായിരിക്കണം. അപ്പൊ ബാബർ ആരാണ്? സാഹസികനായ ചക്രവർത്തി എന്ന് നമുക്ക് പറയാം. കൃഷ്ണദേവരായരുടെ സമകാലീനായിരുന്നു. കൃഷ്ണദേവരായർ ആരാണ്? ദക്ഷിണേന്ത്യയിലെ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട തുളുവ രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു ആര്? കൃഷ്ണദേവരായര്. അതായത് ബാബറുടെ സമകാലികനായിരുന്നു ആര് എന്നാണ് പറയുന്നത്? കൃഷ്ണദേവരായർ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് തെറ്റാണ്. ഒന്നാമത്തെ പോയിന്റ് തെറ്റാണെങ്കിൽ ഈ ഉത്തരം പോവും, ഈ ഉത്തരം പോവും, ഈ ഉത്തരം പോവും. എന്താണ് ശരി? 2, 3, 4 ശരി. കൃഷ്ണദേവരായരുടെ സമകാലികനാണ് അദ്ദേഹം. മുഗൾ ചക്രവർത്തി, സാഹസികനായ മുഗൾ ചക്രവർത്തിയാണ്. അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ആര്? ഈ പറയുന്ന ബാബർ. നോക്കാം, നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽ നോക്കാം. ഏറ്റവും കുറവ് കാലം ഭരിച്ച ചക്രവർത്തിയാണ്. ഏറ്റവും കുറവ് കാലമാണ് ആര് ഭരിച്ചിരിക്കുന്നത്? ബാബർ ഭരിച്ചിരിക്കുന്നത്. തുടങ്ങി വെച്ചത് അദ്ദേഹമാണ് മുഗൾ സാമ്രാജ്യം, അല്ലെങ്കിൽ സ്ഥാപകൻ അദ്ദേഹമാണ്. കുറച്ചു കാലമാണ്. അദ്ദേഹം ഭരണത്തിലേറാൻ കാരണമായ യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ആ ചോദ്യവും നമ്മൾ PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 ബാബറും ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഇത്, ഈ പറയുന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ശരി, ഇനി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മറ്റൊരു യുദ്ധം നടന്നിട്ടുണ്ട് 527, തൊട്ടടുത്ത വർഷം തന്നെ 526 പാനിപ്പത്ത് യുദ്ധത്തോട് കൂടിയിട്ട് മുഗൾ സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു.
എന്താണ് കണ്വാ യുദ്ധം. കണ്വാ യുദ്ധം ആരുമായിട്ടായിരുന്നു? മേവാറിലെ രജപുത്ര രാജാവായിരുന്ന റാണ സംക്രമസിംഹനുമായിട്ടായിരുന്നു ബാബർ. അത് നമുക്കറിയാം, ഡൽഹി ആസ്ഥാനമാക്കിയിട്ട് അന്നത്തെ കാലത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് രജപുത്ര രാജാക്കന്മാര്. അപ്പൊ അവിടുത്തെ രാജാക്കന്മാരുമായിട്ടാണ് നിരന്തരം ബാബർ എന്ത് ചെയ്തിരുന്നത്? യുദ്ധം ചെയ്തിരുന്നത്. അങ്ങനെ 527 ഒരു യുദ്ധം നടന്നു. അത് ഗൺവാ യുദ്ധം എന്നാണ്. ചില പുസ്തകങ്ങളിൽ അതിനെ ഗൺവാ യുദ്ധം എന്ന് കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, എന്താണ് 1527 മേവാറിലെ രജപുത്ര രാജാവായിരുന്ന റാണ സംക്രമസിംഗനെ ആര് തോൽപ്പിച്ചു? ബാബർ തോൽപ്പിച്ചു. അപ്പൊ 26 ഒരു യുദ്ധം അദ്ദേഹം നടത്തി, 27 അദ്ദേഹം ഒരു യുദ്ധം നടത്തി. നോക്കൂ, ചന്ദേരി യുദ്ധം, അത് തൊട്ടടുത്ത വർഷം 1528. അതും ഒരു രജപുത്ര രാജാവുമായിട്ട് തന്നെയാണ് യുദ്ധം നടന്നത്. എവിടത്തെയാണ്? മാൾവ. എവിടെയാണ്? മാൾവ പ്രദേശത്തെ ഒരു രജപുത്ര രാജാവായിരുന്ന മേദിനി റായ് എന്ന് പറയുന്ന രാജാവുമായിട്ട് എന്ത് നടന്നു? ചന്ദേരി യുദ്ധം നടന്നു. അപ്പൊ ബാബറിന്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ്. ഒന്ന് 526 പാനിപ്പത്ത് യുദ്ധം, 2 527 കണ്വാ യുദ്ധം, 528 ചന്ദേരി യുദ്ധം. അതുകൂടാതെ അദ്ദേഹം 529 കാലഘട്ടത്തില് അഫ്ഗാൻ സംയുക്ത സേനയുമായിട്ട് ഒരു യുദ്ധം നടത്തലുണ്ടായി. പ്രത്യേകിച്ച് ഒരു രാജാവിന്റെ പേരൊന്നും പറയുന്നില്ല. എന്താണ്? അഫ്ഗാനിലെ സംയുക്ത സേനയുമായിട്ട് ബാബർ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു. ആ യുദ്ധം ഗാഗ്ര നദീതീരത്താണ് നടന്നത്. എന്താണ് പ്രത്യേകത? ഗാഗ്ര നദീതീരത്താണ് ആ യുദ്ധം നടന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആരുമായി ബന്ധപ്പെട്ട്? ബാബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, ഗണ്ണ യുദ്ധം 27, ചന്ദേരി യുദ്ധം 28, അഫ്ഗാൻ സംയുക്ത സേനയുമായിട്ടുള്ള യുദ്ധം 29. ശരി, ഇനി അയോധ്യയിലുള്ള ഇപ്പൊ ഇല്ല, എന്താണ്? ബാബറി മസ്ജിദ് അല്ലെ? ബാബറി മസ്ജിദ് പണി കഴിപ്പിച്ചത് ആരാണ്? ബാബറാണ്. അല്ലെങ്കിൽ ബാബറിന്റെ കാലത്താണ് അയോധ്യയിൽ എന്തുണ്ടായത്? ബാബറി മസ്ജിദ് പണി കഴിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരങ്കിപ്പട ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് ആരാണെന്നാ പറയണത്? ബാബറാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് റോസാ പൂക്കൾ കൊണ്ടുവന്നതും ആര് തന്നെയാണ്? ബാബർ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട്? ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പീരങ്കി, വളരെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു റോസാപ്പൂ, രണ്ടും കൊണ്ടുവന്നത് ആരാണ്? ബാബറാണ്. എന്താണ്? പീരങ്കിപ്പട ആദ്യമായിട്ട് അല്ലെങ്കിൽ പീരങ്കിയുടെ ഉപയോഗം ആദ്യമായിട്ട് നടത്തിയ മുഗൾ ചക്രവർത്തിയാണ് ആര്? ബാബർ എന്ന് പറയുന്നത്. റോസാ പൂക്കൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ബാബറാണ്. ചന്ദേരി യുദ്ധമുണ്ട്, കണ്വാ യുദ്ധമുണ്ട്, പാനിപ്പത്ത് യുദ്ധമുണ്ട്, ഗാഗ്ര നദീതീരത്ത് ആരുമായി? അഫ്ഗാൻ സംയുക്ത സേനയുമായിട്ട് ഒരു യുദ്ധം നടത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ യുദ്ധം നടത്തിയ ഒരാളല്ലേ, അതുകൊണ്ട് നമുക്ക് അയാളെ എന്ത് വിളിക്കാം? സാഹസികനായ മുഗൾ ചക്രവർത്തി എന്ന് വിളിക്കാം ബാബറിനെ. അതുപോലെ തന്നെ ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തുസൂഖ് ഇ ബാബറി. ഏതാണ്? തുസൂഖ് ഇ ബാബറി. എന്താണ്? ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തുസൂഖ് ഇ ബാബറി. അതിൻ്റെ ഇടയിൽ ഒരു പൂന്തോട്ടം, ആരംബാഗ് പൂന്തോട്ടം അദ്ദേഹം പണി കഴിപ്പിച്ചു. ആഗ്രയിലാണ്. നോക്കിയ പഠിക്കാൻ എളുപ്പമാണ്. ആരംബാഗ്, ആഗ്ര. എന്താണ്? ആഗ്ര പൂന്തോട്ടം. ആരംബാഗ് പൂന്തോട്ടം പണി കഴിപ്പിച്ചത് ആഗ്രയിലാണ്. അത് എടുത്തു പറയാൻ കാരണം ഇനിയും ഒരുപാട് പൂന്തോട്ടങ്ങൾ, ഷാലിമാർ പൂന്തോട്ടം, അത് കാശ്മീരിലുണ്ട്, ലാഹോറിലുണ്ട്. അപ്പൊ അത് പണിത ആൾക്കാർ വേറെയാണ്. അപ്പൊ ഇവിടെ ആരംബാഗ് പൂന്തോട്ടം ആഗ്രയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ പൂന്തോട്ടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് റോസാപ്പൂക്കളാണ്. അപ്പൊ റോസാപ്പൂക്കൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ ബാബറാണ്. ഓക്കെ, ശരി. ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടും. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ബാബറുമായി ബന്ധപ്പെട്ട് പഠിച്ചു. കാരണം ആ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു പിക്ചർ അല്ലെ, ഈ ഒരു പിക്ചറുമായി ബന്ധപ്പെട്ട് എല്ലാ മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്ത് പ്രതീക്ഷിക്കാം? ഒരു ചോദ്യം ഒരു മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം. അപ്പൊ അത് ഏത് രാജാവിനെയാന്ന് അല്ലെങ്കിൽ ഏത് ചക്രവർത്തിനെയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നോക്കാം. എന്താണ്? പാനിപ്പത്ത് യുദ്ധമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. 1526. ഓക്കെ, നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 3ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഹുമയൂണാണ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സൂർ വംശത്തിലെ ഷേർഷാ സൂരി തോൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഭരണം പോയി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേറൊരു സൂർ വംശത്തിലെ രാജാവിനെ തോൽപ്പിച്ചിട്ടാണ് ഭരണം തിരിച്ചു പിടിച്ചത്. അപ്പൊ ബാക്കി ചക്രവർത്തിമാർക്ക് ഉണ്ടാവാത്ത
ചെറിയൊരു ബുദ്ധിമുട്ട് ആർക്ക് സംഭവിച്ചിട്ടുണ്ട്? ഈ ഹുമയൂണിന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അദ്ദേഹം നിർഭാഗ്യവാനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പണിത ഒരു ഷെയർ മണ്ടലിന്റെ മുകളിൽ നിന്ന് പടിക്കെട്ടിന്റെ മുകളിൽ നിന്ന് വീണിട്ടാണ് അദ്ദേഹം മരിക്കണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിർഭാഗ്യവാനാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കനൗജ് യുദ്ധം. അതിന്റെ വർഷമാണ് തെറ്റാൻ സാധ്യത. ഇത് ശരിയാണ്, 1540 എന്ത് നടക്കുന്നത്? കനൗജ് യുദ്ധം നടക്കുന്നത്. എന്ത് നടക്കുന്നത്? കനൗജ് യുദ്ധം നടക്കുന്നത്. ഇനി നോക്കൂ, 1555 ഹുമയൂൺ എന്ത് ചെയ്തു? മുഗൾ ഭരണം പുനഃസ്ഥാപിച്ചു. നമ്മൾ നേരത്തെ ആ ചിത്രം കണ്ടപ്പോ അതില് ആ കൊടുത്ത ഇയർ കണ്ടില്ലേ? ഇവിടെ ഒരു ഇയർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? 1555 ഹുമയൂൺ വീണ്ടും ഭരണത്തിൽ ഏറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? 1555 ഹുമയൂണ് മുഗൾ ഭരണം തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചു എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിയാണ്, അദ്ദേഹം നിർഭാഗ്യവാനാണ്, ഭരണം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. മറ്റു മുഗൾ ചക്രവർത്തിമാർക്ക് അത് സംഭവിച്ചിട്ടില്ല. കനൗജ് യുദ്ധം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നടന്നത്. സൂർ വംശം അദ്ദേഹം മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞില്ല അല്ലെ? സൂർ വംശം സ്ഥാപിച്ചത് ഷേർഷാ സൂരിയാണ്. ശരി, ആ ഷേർഷാ സൂരി ഈ ഹുമയൂണിനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ഈ പറഞ്ഞ ഭരണം നേടുന്നത്. അപ്പൊ ഷേർഷാ സൂരി അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം സ്ഥാപിച്ച രാജവംശമാണ് ഇത്, സൂർ വംശം. ഉത്തരം വരുന്നത് എല്ലാം ശരിയാണ്. എന്താണ്? എല്ലാം ശരിയാണ്. നിർഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കളയേണ്ടി വരും അല്ലെ? ഈ ചോദ്യം നമ്മൾ കണ്ടതാണ്, ആ ഒരു ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ 4 ശരിയാണെങ്കിൽ ഇത് പോവും അല്ലെ? പിന്നെ നോക്കുമ്പോൾ എല്ലാം ശരി. രണ്ടാമത്തെ കനൗജ് യുദ്ധമാണ്, അത് നമുക്ക് ഇയർ പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. നോക്കാം അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പൊ എല്ലാം ശരി എന്നുള്ള ഉത്തരമാണ് കേട്ടോ. ചൗസ യുദ്ധം, കനൗജ് യുദ്ധം, 2 യുദ്ധങ്ങളാണ് നടന്നത്. ആരാണ്? ഈ ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഏത്? 139 ചൗസ യുദ്ധം, 240 കനൗജ് യുദ്ധം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? കിട്ടുന്നില്ലേ? എങ്ങനെയാണ്? ചൗസ യുദ്ധം 1539, അതു ഷേർഷാ സൂരിയും ഹുമയൂണും തമ്മിലായിരുന്നു. കനൗജ് യുദ്ധം 1540, ആരാണ്? അത് ഷേർഷാ സൂരിയും ഈ പറയുന്ന ഹുമയൂണ് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടത് 40 കാലഘട്ടത്തിൽ. പിന്നീട് 555 വീണ്ടും ആ വർഷം, നമ്മൾ നേരത്തെ പറഞ്ഞ വർഷം 555 എന്തുണ്ടാവുന്നു? ഒരു സിർഹിന്ദ് യുദ്ധം. ഇമ്പോർട്ടന്റ് അല്ല യുദ്ധം, എങ്കിലും പഠിക്കാം. സിർഹിന്ദ് യുദ്ധം എന്ന് പറയുന്നത് ഷേർഷാ സൂരി ഇല്ല, അപ്പോ വേറൊരു രാജാവാണ്. ആരാണ്? സിക്കന്ദർ ഷാ സൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഹുമയൂൺ വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ച് വരുന്നത് അല്ലെ? അപ്പൊ എന്തുണ്ടായി? ചൗസ യുദ്ധം 39, കനൗജ് യുദ്ധം 40, 539, 540. ഇത് രണ്ടും ഹുമയൂണുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളാണ്. ഷേർഷാ സൂരിയുമായി അദ്ദേഹം യുദ്ധം ചെയ്ത് തോറ്റ് അദ്ദേഹത്തിന്റെ മുഗൾ സാമ്രാജ്യം കയ്യിൽ നിന്ന് പോയി. വീണ്ടും 1555 സിർഹിന്ദ് യുദ്ധത്തില് അദ്ദേഹം തിരിച്ചു വരുന്നു. സിക്കന്ദർ ഷാ സൂരി എന്ന് പറയുന്നുള്ള സൂർ വംശത്തിലെ രാജാവിനെ പരാജയപ്പെടുത്തി അദ്ദേഹം വീണ്ടും മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിട്ട് മാറുന്നു. പുരാനകില അല്ലെ? പുരാനകിലയുടെ പണി ആരംഭിച്ചു വെച്ചത് ഹുമയൂണാണ്. പുരാനകില നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പുരാനകിലയുടെ പണി ആരംഭിച്ചു വെച്ചത് ഹുമയൂണും അത് പൂർത്തിയാക്കിയത് ഷേർഷാ സൂരിയുമാണ്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം. പണി ആരംഭിച്ചത്, പുരാനകിലയുടെ പണി ആരംഭിച്ചത്, നിർമ്മാണം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹുമയൂണും. അത് പൂർത്തീകരിക്കുന്ന സമയത്ത് ഈ മുഗൾ സാമ്രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം ഭരിച്ചിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേർഷാ സൂരിയുമാണ്. ഇനി രണ്ടാം തലസ്ഥാനം, മുഗൾ സാമ്രാജ്യത്തിന്റെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത്, ദിൻപന നഗരം. ഇത് ഹുമയൂണാണ് നിർമ്മിച്ചത്. എന്താണ്? ദിൻപന നഗരം. ഡൽഹി തന്നെയാണ് എന്താണ് അറിയപ്പെടുക? ദിൻപന നഗരം. ഡൽഹി അറിയപ്പെടുന്ന വേറെ പേരാണിത്, ദിൻപന നഗരം. അത് രണ്ടാം തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. എന്തിന്? മുഗൾ സാമ്രാജ്യത്തിന്റെ. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹുമയൂണുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, രണ്ടാം തലസ്ഥാനം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹുമയൂണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇതെന്താണ്? നിർഭാഗ്യവാനാണ് അദ്ദേഹം. കനൗജ് യുദ്ധം നടന്നിട്ടുണ്ട്, ഷേർഷാ സൂരിയുമായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്, മുഗൾ ഭരണം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പുരാനകിലയുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പണി അല്ലെങ്കിൽ മീൻസ് നിർമ്മാണം ആരംഭിച്ചത് അദ്ദേഹമാണ്. ദിൻപന നഗരം ഡൽഹി രണ്ടാം തലസ്ഥാനമാക്കിയത് അദ്ദേഹമാണ്. സിക്കന്ദർ ഷാ സൂരിയെ എന്ത് ചെയ്തിട്ടുണ്ട്? തോൽപ്പിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ അക്ബറിനെ പറഞ്ഞിട്ടില്ല, ആരെ? ബാബറിനെ പറഞ്ഞു. ആരെ പറഞ്ഞു? ഹുമയൂണിനെ. പ്രധാനപ്പെട്ട 2 ആൾക്കാരനെ പറഞ്ഞു. ഇനി ഈ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലും ചോദ്യങ്ങൾ പറയുന്നത് അക്ബർ എന്ന് പറയുന്ന അക്ബർ ചക്രവർത്തിയെ പറ്റിയിട്ടാണ്. ബാക്കി ആൾക്കാരെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിട്ടാണ്? നമ്മുടെ
അക്ബർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടാണ്. അവസാന കാലഘട്ടത്തിൽ ഔറംഗസേബ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു അത്ര മുഗൾ സാമ്രാജ്യം. ഇത്രയും ഏരിയ മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ കേരളമില്ല, തമിഴ്നാടും കുറച്ച് ഭാഗം കാണാനില്ല, ബാക്കിയെല്ലാം ഇന്ത്യയുടെ ഒട്ടുമുക്കാൽ ഭാഗവും പാകിസ്ഥാന്റെ കുറച്ച് ഭാഗവും അങ്ങനെ എല്ലാം എന്താണ് ആ അവസാന കാലഘട്ടത്തിൽ ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ എന്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് പറയുന്നത്? മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ് എന്നാണ് പറയണത്. ഇത് SCRT ഉണ്ടായിരുന്ന ഒരു പിക്ചറാണ്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ്. നോക്കാം ഇനി നമ്മുടെ പുസ്തകത്തിൽ SCRT നമ്മുടെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗട്ടാ. മംഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് അത്ര എന്തുണ്ടാവുന്നത്? മുഗൾ എന്ന വാക്ക് ഉണ്ടാവുന്നത്. എന്താണ്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. രാജ്യസ്ഥാപകനായ അല്ലെങ്കിൽ മുഗൾ ഭരണത്തിന്റെ സ്ഥാപകനായ ബാബർ ആരാന്നാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ പിതാവ് തുർക്കി ഭരണാധികാരിയായിരുന്ന ആരാണ്? തിമൂറിന്റെയും മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിന്തലമുറക്കാരോ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ്? മംഗോൾ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മുഗൾ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാകുന്നത്. എന്താ പറഞ്ഞത്? ബാബറിന്റെ പിതാവ് തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമികളായിരുന്നു. അപ്പോൾ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആരാണ്? മംഗോൾ രാജാവ്, മംഗോളിയൻ രാജവംശത്തിലെ മംഗോൾ രാജാവ് ചെങ്കിസ് ഖാൻ, അദ്ദേഹത്തിന്റെയും തിമൂർ ആരാണ്? തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും പിൻഗാമികളായിരുന്നു അച്ഛനും അമ്മയും. അങ്ങനെ വന്നതിൽ നിന്നാണ് മംഗോൾ എന്ന പദം, അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മുഗൾ എന്ന് പറയുന്ന പദം ഉണ്ടാകുന്നത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആരാണ് ഇവരെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ 16ാം നൂറ്റാണ്ടിലെ യൂറോപ്യന്മാരാണ് ആദ്യമായിട്ട് ഇവരെ എന്ത് വിളിച്ചത്? മുഗൾ എന്ന് വിളിച്ചത്, അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം, മുഗളർ എന്നൊക്കെ വിളിച്ചത് ആരാണ്? യൂറോപ്യന്മാരാണെന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? മംഗോൾ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മുഗൾ ഉണ്ടായത്. മുഗൾ എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ആരാണ്? യൂറോപ്യന്മാരാണ്. ആരാണ്? ഈ ബാബറിന്റെ പിതാവും മാതാവും തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമികളായതുകൊണ്ട് അങ്ങനെ ഉണ്ടായൊരു വാക്കാണ് ആയിരിക്കാം എന്ന് പറയുന്നു. യൂറോപ്യന്മാരാണ് ഈ വിഭാഗത്തെ ആദ്യമായിട്ട് എന്ത് വിളിക്കുന്നത്? മുഗൾ എന്ന് വിളിക്കുന്നത്. നോക്കൂ, ലോധി വംശത്തിലെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇത് പാനിപ്പത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ഈ SCRT പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ലോധി വംശത്തിലെ സുൽത്താനേറ്റിലെ ലോധി വംശം അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധി, ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്രാഹിം ലോധി, അദ്ദേഹവും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും. അന്ന് ബാബർ ആരായിരുന്നു? കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. എങ്ങനെയാണ് പറയുന്നത്? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട വർഷം അല്ലെ, 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ഈ ചരിത്രത്തിൽ ഈ യുദ്ധത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. എന്താണ് വിളിക്കുന്നത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. 1526 ഹരിയാനയിലെ പാനിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയും, സുൽത്താനേറ്റിലെ അവസാനത്തെ വംശമായിരുന്ന ലോധി വംശം, അതിലെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും തമ്മിൽ ഏറ്റുമുട്ടി. ആ സംഭവത്തിന് ശേഷം ഇബ്രാഹിം ലോധി പരാജയപ്പെടുകയും ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, ശരിയല്ലേ? അപ്പൊ 1526 വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCRT ഈ ഒരു ഏരിയ കൊടുത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ പ്രശ്നം വരുന്നില്ല. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോ ഭാഗവും കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ഓരോ വാക്കും ഓരോ വർഷത്തിന്റെ ഓരോ ഡിജിറ്റും കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റും. സ്റ്റേറ്റ്മെന്റ് തെറ്റി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റും. അപ്പൊ നമുക്ക് അറിയാതെയല്ല തെറ്റുക, നമ്മുടെ അശ്രദ്ധ കൊണ്ട് തെറ്റരുത്. ഓക്കെ, റെഡിയല്ലേ? ശരി, ഇനി മുഗൾ ഭരണം സ്ഥാപിച്ചത്, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആയി. നോക്കൂ, ഇനി വേറൊരു ഭാഗമുണ്ട്. ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ് അതിൽ അല്ലെ, ഒരാൾ പറഞ്ഞ കാര്യം. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെ തരംതിരിവില്ലാതെയും പരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കിയ ശക്തമായി അശക്തരോടും കരുത്തരോട് സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അക്ബറിനെ പറ്റിയിട്ട് ആര് പറഞ്ഞതാണ്? നോക്കൂ, ജസ്യൂട്ട് പാതിരി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം
എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ് ഇത്. ആരാ? ജസ്യൂട്ടി പാതിരി പിയർ ഇജാരിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം എഴുതിയ ഒരു കുറിപ്പ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കാരണം ഞാൻ എടുത്തതാണ്. നോക്കൂ, അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അക്ബർ എന്തായിരുന്നു? മതത്തിന് അപ്പുറത്തേക്ക് ഒരു ബാക്കിയുള്ള മതത്തിന് അതീതമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങളോട് തരംതിരിവില്ലാത്ത വ്യക്തിയായിരുന്നു എന്നൊക്കെ ഇതൊന്ന് കാണാൻ പറ്റും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി അടുത്തത് വരിക. അപ്പൊ ശ്രദ്ധിക്കണം, അക്ബർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അക്ബർ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. അപ്പൊ നമ്മൾ ബാബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഹുമയൂണുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ദേ എങ്ങോട്ട് എത്തിയിരിക്കുന്നു? അക്ബർ. അക്ബറാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു. ഈ ചാപ്റ്ററിൽ കൂടുതലും പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? അക്ബറിനെ പറ്റിയിട്ടാണ്. മുഗൾ ഭരണ സംവിധാനത്തിന്റെ ശില്പി. അപ്പൊ നമുക്ക് തെറ്റാം. മുഗൾ ഭരണത്തിന്റെ ശില്പി എന്ന് ചോദിച്ചു അല്ലെങ്കിൽ അതിന്റെ തുടക്കം വെച്ചത് ആര് ചോദിച്ചാൽ ബാബറാണ്. പക്ഷെ ഇവിടെ പോയിന്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? മുഗൾ ഭരണ സംവിധാനത്തിന്റെ, അതായത് അക്ബറിന്റെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണ സംവിധാനം കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. തുടക്കം വെച്ചത് ഒരാളാണ്, അതിന്റെ ഇടയിൽ ഹുമയൂൺ വന്നു. പക്ഷെ മൂന്നാമത്തെ ചക്രവർത്തി എത്തുമ്പോഴാണ് ഭരണ സംവിധാനം ഒന്നും കൂടി സ്ട്രക്ചർ ആയിട്ട് അതിന്റെ ഘടനയൊക്കെ ഒന്ന് വൃത്തിയായത് ആരുടെ കാലഘട്ടത്തിലാണ്? അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ മുഗൾ ഭരണ സംവിധാനത്തിന്റെ ശില്പി എന്ന് നമുക്ക് ആരെന്നെ വിളിക്കാം? അക്ബറിനെ വിളിക്കാവുന്നതാണ്. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഹെമുവിനെ പരാജയപ്പെടുത്തി. ആരെയാണ്? ഹെമുവിനെ പരാജയപ്പെടുത്തി. ശരിയാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരുമായി ബന്ധപ്പെട്ടതായിരുന്നു? നമ്മൾ 1526 ബാബറുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ആരാണ്? അക്ബറുടെ കാലഘട്ടത്തിലാണ് നടന്നത്. ശരിയാണ്. ജസിയ എന്ന നികുതി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആരുമായി ബന്ധപ്പെട്ടതാണ്? ജസിയ എന്ന നികുതി അക്ബറുമായി ബന്ധപ്പെട്ടതാണ്. ഹിന്ദുക്കളുടെ മേലുള്ള തീർത്ഥാടക നികുതി നിർത്തലാക്കിയ വ്യക്തിയാണ്. നമ്മൾ നേരത്തെ കണ്ടു, മതത്തിന്റെ അപ്പുറത്തേക്ക് സ്നേഹത്തിന് വില കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരുന്നു അക്ബർ. അതുകൊണ്ട് തന്നെ തീർത്ഥാടക നികുതിയൊക്കെ പിൻവലിച്ച വ്യക്തിയാണ്. പക്ഷെ ഇവിടെ ഉത്തരം വരാൻ സാധ്യത 1, 2, 4 ആണ്. അതാണ് 1, 2, 4. എന്തുകൊണ്ടാണ്? ജസിയ ശരിയല്ലേ ചോദിച്ചാൽ, ജസിയ കർഷക നികുതിയല്ല, പകരം എന്താണ്? മതനികുതിയാണ്. എന്താണ്? മതനികുതിയാണ്. ഏത്? ഈ പറയുന്ന ജസിയ. നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു വാക്കാണ് അല്ലെ, ജസിയ നിർത്തലാക്കി എന്നേ കേട്ടിട്ടുള്ളൂ. ജസിയ എന്ത് നികുതിയാന്നുള്ളത് നമ്മൾ കേട്ടിട്ടില്ല. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല. എന്താണ്? ജസിയ ഒരു കർഷക നികുതിയല്ല, മതനികുതിയാണ്. ഇത് ജസിയ. അങ്ങനെ ആവുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റും. എങ്ങനെയാണ്? 1, 2, 4 ശരി. എങ്ങനെയാണ്? മുഗൾ ഭരണ സംവിധാനത്തിന്റെ ശില്പി അക്ബർ തന്നെയാണ്. രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഹേമുവിനെ പരാജയപ്പെടുത്തിയത് അക്ബറുടെ സൈന്യം തന്നെയാണ്. ജസിയ മതനികുതിയാണ്. അപ്പോൾ തെറ്റും. ഹിന്ദുക്കളുടെ മേലുള്ള തീർത്ഥാടക നികുതി പിൻവലിച്ചത് ആര് തന്നെയാണ്? അക്ബർ തന്നെയാണ്. 1, 2, 4 ശരി. 1, 2, 4 ശരി. നോക്കാം. തീർത്ഥാടക നികുതി നിർത്തലാക്കുന്നത് 1563 തീർത്ഥാടക നികുതി 1563 ഹിന്ദുക്കളുടെ മേലുള്ള തീർത്ഥാടക നികുതി അദ്ദേഹം പിൻവലിക്കുന്നത്. അതുപോലെ തന്നെ ജസിയ പിൻവലിക്കുന്നത് 64 എങ്ങനെയാണ്? ജസിയ 64. അപ്പൊ ആ രണ്ട് നികുതികളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. 63 എന്ത്? തീർത്ഥാടക നികുതിയും 64 ജസിയയും നിർത്തലാക്കി. ഓക്കെ. ഇനി രണ്ടാം പാനിപ്പത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ടാം പാനിപ്പത്ത് യുദ്ധം ഹേമുവുമായിട്ടാണ് നടന്നതെന്ന് പറഞ്ഞു. അതിന്റെ വർഷം 1556 ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ആണെങ്കിൽ രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ആയിരുന്നു ഷേർഷാ നമ്മുടെ ഇബ്രാഹിം ലോധിയുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇബ്രാഹിം ലോധിയും മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാൻ കാരണമായതാണ് പാനിപ്പത്ത് യുദ്ധം. ഇവിടെ 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം. അന്ന് അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന വ്യക്തിയാണ് ബൈറാം ഖാൻ. പ്രധാനമായിട്ടും ബൈറാം ഖാനും സൂർ വംശത്തിലെ ആദിൽ ഷാ സൂരിയുടെ മന്ത്രിയായിരുന്ന ഹെമുവും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് അല്ലെ. അക്ബറുടെ സൈന്യാധിപൻ ആരായിരുന്നു? ബൈറാം ഖാനും അതുപോലെ തന്നെ ആദിൽ ഷാ സൂരിയുടെ മന്ത്രിയായിരുന്ന ഹെമുവും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അങ്ങനെ ആണ് എന്ത് നടക്കുന്നത്? രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടി 1526 മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ആരാന്ന് പറഞ്ഞു? രണ്ടാം പാനിപ്പത്ത് യുദ്ധം പറഞ്ഞു. റോസാപ്പൂക്കളുടെ കേസ് പറഞ്ഞു, പീരങ്കിയുടെ കേസ് പറഞ്ഞു, ആത്മകഥാകൃത്തുക്കളുടെ എന്താ പറയാ രാജകുമാരൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അക്ബറുടെ കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു യുദ്ധമാണ് 1576 ഹാൽഡി കട്ടി യുദ്ധം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? 1576 ഹാൽഡി കട്ടി യുദ്ധം. ഹാൽഡി കട്ടി യുദ്ധം നടന്നത് രജപുത്ര രാജാവായിരുന്ന
മഹാറാണ പ്രതാപുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ അക്ബറും മഹാറാണ പ്രതാപും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമാണ് എന്തറിയപ്പെടുന്നത്? ഹാൽഡിഘട്ട് യുദ്ധം. തീർത്ഥാടക നികുതി നിർത്തലാക്കി 63-ൽ 563-ല്, ജസിയ എന്ന മതനികുതി നിർത്തലാക്കി 564-ല്, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 556, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 556, സൈനാധിപൻ ബൈറാം ഖാനും ആദിൽ ഷാ സൂരിയുടെ മന്ത്രിയായിരുന്ന ഹെമൂനെ പരാജയപ്പെടുത്തിയിട്ടാണ് സൂർവംശത്തിലെ. ഇനി 1576-ലെ ഹാൽഡിഘട്ട് യുദ്ധം ആരുമായിട്ടായിരുന്നു? മഹാറാണ പ്രതാപുമായിട്ടാണ്. ഇത് നിങ്ങൾക്കൊരു ചോദ്യം തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരാം, കമന്റ് ചെയ്യണം. ചോദ്യവും കമന്റ് ചെയ്യണം, അതിന്റെ ഉത്തരവും എഴുതണം കേട്ടോ. മഹാറാണ പ്രതാപിന്റെ കുതിരയുടെ പേരെന്തായിരുന്നു എന്നുള്ളത്. എന്താണ് മഹാറാണ പ്രതാപിന്റെ കുതിരയുടെ പേര്? രജപുത്ര രാജാവായിരുന്ന മഹാറാണ പ്രതാപിന്റെ കുതിരയുടെ പേര്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് അതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, ഇനി നോക്കാം. അക്ബറെ സഹായിച്ച രജപുത്ര സൈന്യാധിപനാണ് ആര്? രാജാ മാൻസിംഗ്. ആരാണ്? അക്ബറിനെ ആ യുദ്ധത്തില് ഒരു അപ്പുറത്ത് നിൽക്കുന്ന രജപുത്ര രാജാവിന്റെ ഒരു സൈന്യാധിപൻ സഹായിക്കലുണ്ടായി, രാജാ മാൻസിംഗ് ആണ്. പിന്നീട് അക്ബറിന്റെ രാജസദസ്സിൽ പ്രത്യേക സ്ഥാനം കിട്ടലൊക്കെ ഉണ്ടായി ആർക്ക്? രാജാ മാൻസിംഗിന്. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഓക്കെയാണ്. തീർത്ഥാടക നികുതിയിലേക്ക് എത്താൻ കാരണം അക്ബർ മുഗൾ ഭരണ സംവിധാനത്തിന്റെ ശില്പി, ശരിയായ പോയിന്റ് ആണ്. ഹെമൂനെ പരാജയപ്പെടുത്തിയത് ശരിയാണ്. ജസിയ മാത്രം മതനികുതിയാണ്, അപ്പൊ ശരിയാവും. ഹിന്ദുക്കളുടെ മേലുള്ള തീർത്ഥാടക നികുതി നിർത്തലാക്കി എന്ന് പറഞ്ഞു. അത് നിർത്തലാക്കിയ വർഷങ്ങളാണ് നമ്മൾ പറഞ്ഞത് 63, 64, 2 യുദ്ധങ്ങൾ. രണ്ടാം പാനിപ്പത്ത് യുദ്ധവും ഹാൽഡിഘട്ട് യുദ്ധവും അല്ലെ. 526 ഒന്നാം പാനിപ്പത്ത്, 556 രണ്ടാം പാനിപ്പത്ത്, 576 ഹാൽഡിഘട്ട് യുദ്ധം. നോക്കൂ, ഇത് നിങ്ങൾക്കുള്ള ചോദ്യം. മഹാറാണ പ്രതാപിന്റെ കുതിരയുടെ പേരെന്ത് എന്നുള്ളത് കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് എഴുതണം കേട്ടോ. ശരി, അപ്പൊ അക്ബറെ സഹായിച്ച രജപുത്ര സൈന്യാധിപനായിരുന്നു ആര്? രാജാ മാൻസിംഗ്. ഓക്കെ അല്ലേ മക്കളെ? കിട്ടുന്നില്ലേ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കണക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കയ്യിലിരിക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓർഡർ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രത്യേകമായിട്ടുള്ള ചില വാക്കുകൾ ഏതൊക്കെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ശരി, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരി, അക്ബറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ കൂടുതൽ ആരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? അക്ബറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നോക്കാം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഫത്തേപൂർ സിക്രി അക്ബർ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ്. ശരിയാണ്, അക്ബറിന്റെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നതാണിത് ഫത്തേപൂർ സിക്രി. അപ്പൊ മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒറ്റ തവണ ഈ ചാപ്റ്റർ ഒന്ന് വായിക്കുക. അതിനുശേഷം ഈ ക്ലാസ് കേൾക്കാനിരിക്കുക. അപ്പൊ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഒരു തവണയും കൂടി ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ പുസ്തകം ആ ചാപ്റ്റർ നമ്മുടെ കയ്യിലിരിക്കും. പിന്നെ എങ്ങനെ ചോദിച്ചാലും നമ്മൾ ഉത്തരം പറയും. ഓക്കെ, അപ്പൊ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന അത് ആ ഒരു സംവിധാനത്തിൽ എവിടെയാണുള്ളത്? ഫത്തേപൂർ സിക്രിയിലാണെന്നാണ് പറയുന്നത്. എന്താണ്? ഇബാദത്ത് ഖാന സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി അക്ബറിന്റെ എന്താണ്? തലസ്ഥാന നഗരമാണ്. ഇത് നമുക്ക് ശരി കൊടുക്കാം. ടെക്സ്റ്റ് വായിക്കണം. അപ്പോഴാണ് നമുക്ക് ഇത് ശരി കൊടുക്കാൻ പറ്റുക. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ആഗ്ര, ഉത്തർപ്രദേശിലാണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. അപ്പൊ നമുക്ക് ഈ 4 പോയിന്റുകളും നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റിയ 4ഉം ശരിയാണ്. 1, 2, 3, 4. ഞാനിത് പറയുന്നതുകൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ വായിച്ചുകൊണ്ടാണ് നമുക്കിത് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ചിട്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഓരോ പോയിന്റ് കിട്ടുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ശരിയായത് ശരിയിടാനും തെറ്റായത് തെറ്റിടാനും സുഖമായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ് എന്തായാലും പഠിക്കണേ. ഫത്തേപൂർ സിക്രി അക്ബർ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ്. ആ പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇബാദത്ത് ഖാന സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. കാരണം നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഫത്തേപൂർ സിക്രിയുടെ ചിത്രം വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടല്ലേ. ബുലന്ദ് ദർവാസ അതിന്റെ പ്രവേശന കവാടമാണ്. നോക്കാം, അദ്ദേഹത്തിന്റെ ആചാര്യനായിരുന്ന സലീം ചിസ്തിയുടെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അക്ബർ എന്ത് പണി കഴിപ്പിക്കുന്നത്? ഫത്തേപൂർ സിക്രി പണി കഴിപ്പിക്കുന്നത്. ആരുടെ? സലീം ചിസ്തിയുടെ സ്മരണാർത്ഥം അദ്ദേഹം പണി കഴിപ്പിച്ച തലസ്ഥാന നഗരമാണ് ഏത്? ഫത്തേപൂർ സിക്രി. നോക്കൂ, ഉത്തർപ്രദേശിൽ തന്നെ ആഗ്രയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ്. അവിടെ നേരത്തെ ആ രണ്ടാമത്തെ പോയിന്റ് ശരിയാണ്. ഇബാദത്ത് ഖാന 1575 ആ ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം പണി കഴിപ്പിച്ചു. ഇബാദത്ത് ഖാന 1575. ഇബാദത്ത് ഖാന എന്താന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നാലെ പറയാം. ഇപ്പൊ എന്ത് പഠിക്കുക? ഇബാദത്ത് ഖാന 1575 76 എന്ത് നടന്നിട്ടുണ്ട്? ഹാൽഡിഘട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. ഓരോ വർഷം കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിന്റെ അടുത്തോ അല്ലെങ്കിൽ ആ വർഷമോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററിയിലത്തെ ഇയറുകൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുക. റെഡി അല്ലേ? അപ്പൊ നോക്കാം,
ഇബാദത്ത് ഖാന 1575 എന്തുണ്ടാകുന്നത്? ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുന്നത്. വിജയനഗരം അതുപോലെ തന്നെ ചെങ്കലിലെ ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? വിജയനഗരം, ചെങ്കലിലെ ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരേനെയാണ്? ഫത്തേപൂർ സിക്രിനെയാണ്. വിജയനഗരം അതുപോലെ തന്നെ ചെങ്കലിലെ ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഫത്തേപൂർ സിക്രിയാണ്. ഗുജറാത്ത് കീഴടക്കലുണ്ടായി അക്ബർ. യുദ്ധം ചെയ്തിട്ട് ഗുജറാത്ത് കീഴടക്കി. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബുലന്ദ് ദർവാസ പണിയുന്നത്. ഗുജറാത്തിൽ പണിതു എന്നല്ലാട്ട അർത്ഥം. ഗുജറാത്തിനെ തോൽപ്പിച്ചതിന് അല്ലെങ്കിൽ ഗുജറാത്തിന്റെ മേല് നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം പണിതതാണ് ഇത് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ബുലന്ദ് ദർവാസയെ കണക്കാക്കുന്നത്. അപ്പൊ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന നഗരത്തിന്റെ അല്ലെങ്കിൽ തലസ്ഥാനത്തിന്റെ 3 കാര്യങ്ങൾ, ഒന്ന് ബുലന്ദ് ദർവാസ, ഒന്ന് ഇബാദത്ത് ഖാന, ദെൻ അതെന്തുമായി ബന്ധപ്പെട്ടത്? ഗുജറാത്തിന്റെ സ്മരണാർത്ഥം അത് ബുലന്ദ് ദർവാസ, സലീം ചിസ്തിയുടെ സ്മരണയ്ക്ക് ഫത്തേപൂർ സിക്രി. 1575 ഇബാദത്ത് ഖാന പണിയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ശരിയാണ്. ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചു, ഇബാദത്ത് ഖാന റെഡിയാണ്. അത് ഉത്തർപ്രദേശിലാണ്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ഇത് ബുലന്ദ് ദർവാസ. എല്ലാ പോയിന്റും ശരിയാണ്. കൂടെ ഇത്രയും പോയിന്റുകളും കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കാര്യങ്ങളാണ്. ഇതാണ് ഫത്തേപൂർ സിക്രി അല്ലെ, ഇതാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രം. ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് പറയണത്. ഓക്കെ, നോക്കാം. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രി അക്ബർ എന്ത് പണിതു? ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പൊ 1575 അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. എവിടെ? ഫത്തേപൂർ സിക്രി. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്നാണ് ചോദിക്കുന്നത്. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുകൂടിയിരുന്നു. അക്ബർ പിന്തുടർന്ന മത സഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. അതായത് എല്ലാ മതക്കാർക്കും ഒരുമിച്ച് വന്നിരിക്കാവുന്ന ഒരു കാര്യത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു വേദിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇബാദത്ത് ഖാന എന്ന് പറയുക. മതങ്ങൾക്ക് അപ്പുറത്ത് കാര്യങ്ങൾ വീക്ഷിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അക്ബർ എന്തിനു കൊടുത്തിരുന്നു? എല്ലാ മതങ്ങളിലെ പണ്ഡിതരെയും പ്രമുഖരെയും അവിടെ ഒത്തുകൂടാൻ അനുവദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു പ്രത്യേക സജ്ജീകരണം അല്ലെങ്കിൽ ഒരു ഏരിയയാണ് എന്ത് പറയുന്നത്? ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. അത് ഫത്തേപൂർ സിക്രിയുടെ ഒരു ഭാഗത്താണ് പണി കഴിപ്പിച്ചത്. 1575 നോക്കൂ, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ ചക്രവർത്തി ഒരു മതത്തിന് അല്ലെങ്കിൽ ഒരു ദർശനത്തിന് രൂപം കൊടുക്കലുണ്ടായി. അതിനെ നമ്മൾ ദിൻ ഇലാഹി മതം എന്ന് പറയും. എങ്ങനെയാണ്? ദിൻ ഇലാഹി. ഓക്കെ, ഇത് PSC പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ദിൻ ഇലാഹി മതത്തിന് രൂപം കൊടുത്ത അല്ലെങ്കിൽ ദർശനത്തിന് രൂപം കൊടുത്ത മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറാണ്. ആ മതത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണത്? എല്ലാ മതത്തിലുള്ള നല്ല വശങ്ങളും കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹം രൂപം കൊടുത്തൊരു മതമാണ്. എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്യാൻ അദ്ദേഹം അനുവദിച്ചിരുന്നു. അതിനാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിക്കുന്നത്. ശരി, എല്ലാവർക്കും സമാധാനം, അതാണ് അതിന്റെ ലക്ഷ്യം ഈ ദർശനത്തിന്റെ. അതായത് ഈ ദിൻ ഇലാഹി മതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും സമാധാനം, അല്ലെങ്കിൽ അതിന് നമ്മൾ എങ്ങനെ പറയും? സുൽഹി കുൽ എന്ന് പറയും. അപ്പൊ ഈ 2 വാക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഇ കുൽ എന്ന് പറയുന്നതാണ് എന്തിന്റെ? ഈ ദർശനത്തിന്റെ, ഏത്? ദിൻ ഇലാഹി മതത്തിന്റെ അല്ലെങ്കിൽ ദിൻ ഇലാഹി ദർശനത്തിന്റെ എന്ത് കാതൽ അല്ലെങ്കിൽ ആശയം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും സമാധാനം. അപ്പൊ ഈ ഒരു ഭാഗം SCRT പാഠപുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് വായിക്കേണ്ടതാണ്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടേണ്ട പോയിന്റ് 1575 ഇബാദത്ത് ഖാന എവിടെ പണി കഴിപ്പിച്ചു? ഫത്തേപൂർ സിക്രി പണി കഴിപ്പിക്കുന്നത്. അക്ബറിന്റെ മതം ഏതാണ്? ദിൻ ഇലാഹി മതം എന്ന് പറയുന്നത് എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്ന ഒരു ദർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. ഫത്തേപൂർ സിക്രിയുടെ ചിത്രം നമ്മൾ കണ്ടതാണ്. നോക്കൂ, ജസിയ എന്ന മതനികുതി നിർത്തലാക്കി. നമ്മൾ ആ ചോദ്യത്തിൽ തെറ്റിയ ചോദ്യമല്ലേ? ജസിയ എന്ന കർഷക നികുതി എന്നാണ് നമ്മളെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ടാകുന്നത്. ജസിയ എന്ന മതനികുതി എന്താണ് നിർത്തലാക്കിയത്? ആരാണ്? അക്ബറാണ്. അതുപോലെ തീർത്ഥാടക നികുതി നിർത്തലാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇത് എന്തിനാ? അപ്പൊ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത്
ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന് തെളിവാണ്. ഓക്കെ, മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്ന വ്യക്തിയാണ് ആര്? അക്ബർ. അപ്പൊ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അക്ബർ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്നു, അല്ലെങ്കിൽ എല്ലാ മതപണ്ഡിതന്മാരെയും ഒത്തൊരുമിച്ച് ചർച്ച ചെയ്യാനുള്ള വേദി ഒരുക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശരിയാണ്. ഇനി അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ഇട്ട ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. രാജാ തോഡർമാൾ, രാജാ മാൻസിംഗ്. രാജാ മാൻസിംഗ് നമ്മൾ നേരത്തെ കണ്ടുല്ലേ, രജപുത്ര സൈന്യാധിപനാണ്. അദ്ദേഹത്തിനെ സഹായിച്ച രജപുത്ര സൈന്യാധിപനാണ് ആര്? രാജാ മാൻസിംഗ്. രാജാ ഭഗവൻ ദാസ്, ബീർബൽ. നമ്മുടെ ഈ ചെറിയ പുസ്തകങ്ങളൊക്കെ കിട്ടില്ലേ, ബീർബൽ കഥകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബീർബല്, രാജാ ഭഗവൻ ദാസ്, രാജാ തോഡർമാൻ, രാജാ മാൻസിംഗ് മുതലായിട്ടുള്ള വ്യക്തികള് അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ഉന്നത സ്ഥാനം വഹിച്ച വ്യക്തികളാണ് എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ എന്തുണ്ടായി? ജസിയ നിർത്തലാക്കി. ജസിയ മതനികുതിയാണ്. എല്ലാ മതത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദിൻ ഇലാഹി മതം അദ്ദേഹം രൂപപ്പെടുത്തി. ഇബാദത്ത് ഗാന അദ്ദേഹം പണി കഴിപ്പിച്ചു. ഈ പ്രധാനപ്പെട്ട വ്യക്തിയിലെ സദസ്സിൽ കൊണ്ടുവന്നിട്ട് സദസ്സ് ഒന്നുകൂടി വിപുലീകരിച്ചു അല്ലെ. രാജാ തോഡർമാൻ, മാൻസിംഗ്, ഭഗവൻദാസ്, ബീർബൽ പോലെയുള്ള വ്യക്തികളെ അദ്ദേഹം സദസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ സദസ്സ് കുറച്ചുകൂടി വിപുലമാക്കി. അപ്പോൾ ഭയങ്കര ഈ ഭരണ സംവിധാന രംഗത്ത് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ആര്? അക്ബർ. അതുകൊണ്ട് മുഗൾ ഭരണ സംവിധാനത്തിന്റെ ശില്പി എന്ന് നമുക്ക് ആരെന്നെ പറയാം? ഈ പറയുന്ന അക്ബർ ചക്രവർത്തിയെ പറ്റി പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. താഴെ പറയുന്ന ദിൻ ഇലാഹി മതം, നമ്മൾ നേരത്തെ പറഞ്ഞത് ദിൻ ഇലാഹി മതം ആരുടെയാണ്? അക്ബറുടെയാണ്. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായമാണ് സാപ്തി. അക്ബറുടെ റവന്യൂ മന്ത്രിയായിരുന്നു രാജാ തോഡർമാൻ. അല്ലെ, നമ്മൾ നേരത്തെ കണ്ടു രാജാ തോഡർമാനെ അല്ലെ. അദ്ദേഹം ആരാണ്? റവന്യൂ മന്ത്രിയായിരുന്നു. ശരിയാവും. അത് സദസ്സിലുണ്ടായിരുന്നു അല്ലേ പറഞ്ഞത്. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായമാണ് സാപ്തി എന്ന് പറയുന്നത്. ദിൻ ഇലാഹി മതം സ്ഥാപിച്ചത് അക്ബറാണ് അല്ലെ. 1, 2, 3 ശരി. എങ്ങനെയാണ്? 1, 2, 3 ശരി. എന്തൊക്കെ പഠിക്കണം? അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? ഈ പറയുന്ന തോഡർമാൻ. ദിൻ ഇലാഹി മതം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുക എന്ന് പറഞ്ഞിട്ടുള്ള ദർശനം അല്ലെ, അല്ലെങ്കിൽ എല്ലാവർക്കും സമാധാനം. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം സാപ്തി. അപ്പൊ ജസിയ എന്ന് പറഞ്ഞൊരു നികുതി ഉണ്ട്, തീർത്ഥാടക നികുതി നിർത്തലാക്കിയിട്ടുണ്ട്. ഭൂനികുതി ആണ് ഏത്? സാപ്തി എന്ന് പറയുന്നത് അക്ബർ കൊണ്ടുവന്ന ഒരു ഭൂനികുതി സമ്പ്രദായമാണ് സാപ്തി എന്ന് പറയുന്നത്. നോക്കൂ, തൗഹീദ് ഇലാഹി, വിശുദ്ധ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഏകദൈവ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഏത് ദർശനത്തിനെയാണ്? ദിൻ ഇലാഹി ദർശനത്തിനെയാണ്. എങ്ങനെയാണ്? തൗഹീദ് ഇലാഹി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധ ഏകദൈവ സിദ്ധാന്തം. അത് എന്തുമായി ബന്ധപ്പെട്ട വാക്കാണ്? ദിൻ ഇലാഹി മതവുമായി ബന്ധപ്പെട്ടതാണ്. ഏകദൈവ വിശ്വാസം അതല്ലേ അക്ബറും പറഞ്ഞത്? എല്ലാ മതത്തിലെയും നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് എല്ലാ മത പണ്ഡിതന്മാരെയും ഒരുപോലെ കണ്ടുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ഒരു ഏകദൈവ സിദ്ധാന്തമായിരിക്കാം. അത് പറയുന്നത് എന്തിനെയാണ്? ദിൻ ഇലാഹി മതത്തിനെയാണ്. ചെറിയ ഭാഗമാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എന്താണ്? എല്ലാവർക്കും സമാധാനം അല്ലെ. മറ്റേ ദിനിലാഹി മതത്തിന്റെ ഒരു ദർശനം അല്ലെങ്കിൽ ആശയമാണത്. സുൽഹി കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞതായിട്ട് എന്തിൽ പറയുന്നുണ്ട്? ജഹാംഗീർ എഴുതിയ ഒരു അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുണ്ട്. എന്ത്? തുസുഹി ജഹാംഗീറി. ഏതാണ്? തുസുക്കി ജഹാംഗീറി. ആരുടെ കൃതിയാണ്? ജഹാംഗീർ എഴുതിയ ഓർമ്മക്കുറിപ്പാണ്. ആര്? അക്ബറിന് ശേഷം ഭരണത്തിലേറിയ വ്യക്തിയാണ് ആര്? ജഹാംഗീർ. ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ് ഏത്? തുസുഹി ജഹാംഗീറി. അതിൽ അക്ബർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ എല്ലാവർക്കും സമാധാനം എന്ന് പറഞ്ഞ ആശയമൊക്കെ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ തുസുഹി ജഹാംഗീറിയിൽ അങ്ങനെ അക്ബർ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. തുസുഹി ജഹാംഗീറി ആരുടെ ഓർമ്മക്കുറിപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ്. അപ്പൊ ബാബർ കഴിഞ്ഞ് ഹുമയൂൺ കഴിഞ്ഞ് അക്ബറുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങളുണ്ടോ എന്ന് നോക്കാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നമ്മുടെ ഈ ചാപ്റ്റർ മൊത്തം ആരാണ്? അക്ബറാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ അവസാനം, അക്ബറുടെ
സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. അക്ബറുടെ സൈനിക സംവിധാനമാണ് എന്ത് അറിയപ്പെടുന്നത്? മാൻസബ്ദാരി എന്ന് അറിയപ്പെടുന്നത്. ജരോഗ ദർശൻ അങ്ങനെ ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയത് ആരാണ്? അക്ബറാണ്. ഓക്കെ, മാൻസബ്ദാരി അക്ബർ കൊണ്ടുവന്ന സൈനിക സമ്പ്രദായമാണ്. അതുപോലെ ജരോഗ ദർശൻ എന്ന് പറയുന്നത് അക്ബർ കൊണ്ടുവന്ന ഒരു രീതിയാണ്. സതി നിർത്തലാക്കി ശൈശവ വിവാഹം നിർത്തലാക്കിയത് അക്ബറാണ്. അക്ബറിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് നിരോധിച്ചിട്ടുണ്ട്? സതി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശൈശവ വിവാഹം നിരോധിച്ചിട്ടുണ്ട്. നമ്മൾ PSC പരീക്ഷകളിൽ പഠിക്കുന്ന സതി നിരോധനം 1829 അല്ലെ? ആരുടെ കാലഘട്ടത്തിൽ? രാജാറാം മോഹൻ റോയുടെ നിർദ്ദേശപ്രകാരം വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു? സതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സതി നിരോധിച്ചത് ആരാണ്? അക്ബറാണ്. സതി നിരോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട വാക്ക് തന്നെയാണിത്. ശൈശവ വിവാഹം നിരോധിക്കുകയും ചെയ്തത് ആരാണ്? നമ്മുടെ അക്ബറാണ്. വിധവ പുനർവിവാഹത്തിന് നിയമാംഗീകാരം നൽകിയത്. ഈ പോയിന്റ് ശരിയാണെങ്കിൽ ഇതുണ്ട് അല്ലെ? സതി നിർത്തലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകൾ കൂടുതലുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത്? വിധവ പുനർവിവാഹത്തിനുള്ള നിയമം കൊണ്ടുവന്നതും അല്ലെങ്കിൽ അത് അംഗീകരിച്ചതും ആരാണ്? അക്ബറാണ്. അപ്പൊ 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. 1 2 3 4 ശരി. 1 2 3 4 ശരി. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കാം, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, ഡീറ്റെയിൽ നോക്കാം. രാജാവിനെ നേരിട്ട് മുഖം കാണിക്കുന്ന, അതായത് പ്രജകൾക്ക് രാജാവിനെ നേരിട്ട് മുഖം കാണിക്കാനുള്ള സമ്പ്രദായത്തിനെയാണ് എന്ത് പറയുക? ജരോഗ ദർശൻ എന്ന് പറയുക. എന്താണ് പറയുക? ജരോഗ ദർശൻ. രാജാവിനെ നേരിട്ട് മുഖം കാണിക്കുവാനുള്ള സംവിധാനമാണ് ഇത് ജരോഗ ദർശൻ. അത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? അക്ബറാണ്. ഇനി ഒരു മുഗൾ ചക്രവർത്തി അത് നിർത്തലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആ സമയത്ത് പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ജസിയ വീണ്ടും തുടങ്ങിയ ആളുണ്ട്, ജസിയ നിർത്തലാക്കിയ ആളുണ്ട്, അതുപോലെ തന്നെ ജരോഗ ദർശൻ തുടങ്ങിയ ആളുണ്ട്, നിർത്തലാക്കിയ ആളുണ്ട്. ഇവിടെ എന്ത് പഠിക്കുക? ജരോഗ ദർശൻ എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? അക്ബറാണ്. ഇനി മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്റെ പദവിയാണ് എന്ത്? മാൻസബ് എന്നാണ് അറിയപ്പെടുക. അതായത് മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിക്ക് പറയുന്ന പേരാണെന്ത്? മാൻസബ്. അങ്ങനെ പദവി വഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കും? മാൻസബ്ദാർ എന്ന് വിളിക്കും. എന്താണ്? ആ പദവിനെ നമ്മൾ എന്ത് വിളിക്കും? മാൻസബ് എന്ന് വിളിക്കും. ആ പദവി വഹിക്കുന്ന വ്യക്തികളെ നമ്മൾ എന്ത് വിളിക്കും? മാൻസബ്ദാർ എന്ന് വിളിക്കും. ഇനി മാൻസബ് എന്ന് പറഞ്ഞ പദവി 2 തരത്തിലാണുള്ളത്. ഒന്ന് സദ്, ഒന്ന് സവർ. സദ് എന്ന് പറഞ്ഞ ആ വ്യക്തിനെയാണ് പറയുന്നത്. സവർ എന്ന് പറഞ്ഞാൽ ഈ മാൻസബ്ദാര് സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണാണ്. അതായത് മാൻസബ്ദാരുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം കുതിരപ്പടയാളികൾ ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുക? സവർ എന്ന് പറയുക. ഈ സദ് എന്ന് പറയുന്നത് ആ മാൻസബ്ദാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നോക്കാട്ടാ, അക്ബറുടെ സൈനിക തലവനാണ് ആര്? മീർ ബക്ഷി. അതോടെ നിൽക്കട്ടെ. അപ്പൊ ഇതുവരെ ഒന്നുകൂടി പറയാം. എന്താണ്? മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിനെ നമ്മൾ എന്ത് പറയും? മാൻസബ് എന്ന് പറയും. മാൻസബ്ദാർ എന്ന് പറയുന്നത് ആ പദവി വഹിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ കീഴിൽ ഇത്ര കുതിരപ്പടയാളികൾ ഉണ്ടാവണം എന്ന് പറയുന്നതാണ് എന്ത്? സവർ എന്ന് പറയാം. അക്ബറുടെ സൈനിക തലവൻ മീർ ബക്ഷി. എന്താണ് അറിയപ്പെടുക? മീർ ബക്ഷി. അക്ബറുടെ സൈനിക തലവൻ അറിയപ്പെടുന്ന പേരാണെന്ത്? മീർ ബക്ഷി. അതുപോലെ അക്ബറുടെ ധനകാര്യ വകുപ്പിന്റെ മേധാവി അറിയപ്പെടുന്ന പേരാണ് വസീർ. അപ്പൊ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. ധനകാര്യല്ലേ? പൈസ ഇല്ലേ? ധനം വസൂലാക്കുന്ന ആള് അല്ലെ? വസീർ. അങ്ങനെ പഠിച്ചാൽ മതി. എന്താണ്? ധനകാര്യ വകുപ്പ് വസീർ. ധനം വസൂലാക്കുക. ധനകാര്യ വകുപ്പ് വസീർ. മീർ ബക്ഷി സൈനിക ആരാണ്? തലവനാണ്. മീർ ബക്ഷി അല്ലെ? മീർ ബക്ഷി സൈനിക തലവൻ. പക്ഷിയാണ്, എല്ലാത്തിനും മേലെ പറക്കുന്ന ആള്. മീർ ബക്ഷി സൈനിക തലവൻ. ധനകാര്യം ആരാണ്? ധനകാര്യം വസീർ അല്ലെ? വസീർ. അതിനല്ലെങ്കിൽ എന്ത് പറയും? ദിവാൻ ഇ അല എന്നൊക്കെ പറയും. അത് വേണ്ട, വസീർ പഠിക്കുക. ആരാണ്? ധനകാര്യാണ്. ഇനി അക്ബറുടെ സെക്രട്ടറി മീർ സമൻ അല്ലെ? സെക്രട്ടറി ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഞാൻ വെറുതെ പറയണട്ടാ അല്ലെ? സമനായിരിക്കും. സെക്രട്ടറി എപ്പോഴും ഇയാളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പൊ ഇയാൾക്ക് സമമായിട്ട് നിൽക്കുന്ന ആളാണ് ആര്? സെക്രട്ടറി. അപ്പൊ അതും നമുക്ക് കിട്ടും. മിർ സമൻ സെക്രട്ടറി, വസീർ ധനകാര്യ വകുപ്പിന്റെ മേധാവി, മീർ ബക്ഷി അല്ലെ? മീർ ബക്ഷി ആരാണ്? അക്ബറുടെ സൈനിക തലവൻ. ഓക്കെ അല്ലേ? ഇതുവരെ പറയുന്നത് ഓക്കെ അല്ലേ?
ഓരോ പോയിന്റും ബാക്ക് അടിച്ച് കേട്ട് 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 മനസ്സിൽ ഉറപ്പിക്കണം. ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റരുത്. ഇനി നഗര കാര്യങ്ങളിലെ ക്രമസമാധാനം, അതായത് പോലീസ് പോലെയുള്ള ക്രമസമാധാന പാലനം നടത്തുന്നത്, അതിനെ നമ്മൾ എന്ത് പറയും? ആ വകുപ്പിന് കൊത്തുവാൾ എന്ന് പറയും. എന്താണ് വാളായിട്ടാണ് ക്രമസമാധാനം. അപ്പൊ അതും കുഴപ്പമില്ല, വാളായിട്ട് എന്ത് നടത്തുക? ക്രമസമാധാന പാലനം. നല്ല രസം ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയായി. മതകാര്യങ്ങളുടെ തലവനെ നമ്മൾ എന്ത് പറയും? സദർ ഉസ് സുദർ. സദർ ഉസ് സുദർ. അപ്പൊ ഈ ഒരു ഏരിയ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? നമ്മൾ എന്ത് പറയും? സൈനിക തലവൻ അല്ലെ? എല്ലാത്തിൻ്റെ മേലുള്ള ആളനെ എന്തോ ഒരു പക്ഷിയാണെന്ന്, ശരി അങ്ങനെ പറഞ്ഞാലും മതി. മീർ പക്ഷി. അതിനുശേഷം ധനകാര്യ വകുപ്പിന്റെ മേധാവിയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? വസീർ എന്ന് പറയാം. ദെൻ സെക്രട്ടറി എപ്പോഴും അയാൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്, സമൻ ആണ്. ക്രമസമാധാനം എങ്ങനെയാണ്? കൊത്തുവാൾ അല്ലെ? വാൾ കൊണ്ടാണ്. മതകാര്യങ്ങളുടെ തലവൻ ആരാണ്? സദർ ഉസ് സുദർ. ഇത്രയും കാര്യങ്ങൾ അക്ബറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ മാൻസബ്ദാരി സമ്പ്രദായത്തിന് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇപ്പൊ പറയാം, വരൂ. അതായത് SCRT ആ ചാപ്റ്ററിൽ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്? മാൻസബ്ദാരി സമ്പ്രദായത്തെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൂടുതൽ പറയാഞ്ഞത്. എന്താണ് ആ പദവീനെ നമ്മൾ എന്ത് പറയും? മാൻസബ് എന്ന് പറയും. അത് വഹിക്കുന്ന വ്യക്തിനെ മാൻസബ്ദാർ എന്ന് പറയും. നോക്കാട്ടോ, മുഗൾ സൈന്യവുമായി ബന്ധപ്പെട്ട ചോദ്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ഒരു ശക്തമായ സൈന്യം അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിന്റെ പേരാണ് മാൻസബ്ദാരി. എന്താണ്? അക്ബർ നടപ്പാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. എന്താണ് സംഭവിക്കുക? ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ എന്തുണ്ടായിരിക്കും? ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഇത്ര എണ്ണം സൈനികർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുതിരപ്പടയാളികളാ, എങ്ങനെയാ വെച്ചാൽ അത് ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ്. അപ്പോഴാണ് ആ പദവി കിട്ടുക. അപ്പൊ നമ്മൾ അയാളെ എന്ത് വിളിക്കും? മാൻസബ് എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു 25 പടയാളികളെ അല്ലെങ്കിൽ ആ പറയുന്ന സൈനിക വ്യൂഹത്തിനെ ഞാൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ആ പദവിയാണ് എന്ത്? മാൻസബ് എന്ന് പറയുന്ന പദവി. ആ മാൻസബ് അയാളുടെ സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും മാൻസബ്ദാരുടെ പദവി നിശ്ചയിക്കുന്നത്. അപ്പൊ കൂടുതൽ എണ്ണത്തിനെ നോക്കുന്ന, കൂടുതൽ സൈന്യവ്യൂഹമുള്ള ഒരാള്, അതിൻ്റെയൊക്കെ കുറച്ചുള്ള ഒരാള്, അതിൻ്റെ ഒരു കുറച്ചുള്ള ആള്, ഈ 3 മാൻസബ്ദാർമാരുടെയും പദവി ഈ എണ്ണത്തിനനുസരിച്ചായിരിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, എന്താണ് പറയുന്നത്? ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെ മാൻസബ്, അതായത് കുതിരപ്പടയാളികളെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് മാറി? മാൻസബായിട്ട് മാറി. എൻ്റെ കീഴിൽ എന്തുണ്ട്? ഒരു സൈനിക വ്യൂഹമുണ്ട്. ശരി, ഇനി നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണം നോക്കിയിട്ടാണ് മാൻസബ്ദാരുമാരുടെ സ്ഥാനം. മാൻസബ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആ വ്യക്തിനെ എന്താണ് വിളിക്കുക? മാൻസബ്ദാർ. അപ്പൊ എൻ്റെയൊക്കെ 10 ആളുണ്ടെങ്കിൽ 12 ആളുള്ള മാൻസബ്ദാറാണ് പദവിയിൽ എന്നേക്കാൾ വലുത്. 20 ഉള്ള ആളാണ് അതിനേക്കാൾ, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ എണ്ണമാണ് മാൻസബ്ദാർമാരുടെ പദവി. വലിയവനാര് ചെറിയവനാര് എന്നുള്ള പദവി നിശ്ചയിക്കുന്നത്. ആ നിർത്തേണ്ട എണ്ണത്തെ മാൻസബ് അല്ലെങ്കിൽ ആ പദവിനെ നമ്മൾ മാൻസബ് എന്ന് പറയും. അങ്ങനെ നിർത്തുന്ന വ്യക്തിനെ മാൻസബ്ദാർ എന്ന് പറയും. ആ പദവി നിശ്ചയിക്കുന്നത് എത്ര വെച്ചിട്ടാണ്? എണ്ണം വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എന്തിനാ വേണ്ടിയിട്ട് അത് ചെയ്ത് ചോദിച്ചാൽ, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകിയിട്ട് സൈന്യത്തിനെ നിലനിർത്താൻ എളുപ്പമല്ല അല്ലെ? സൈന്യത്തിന്റെ എണ്ണം കൂടുന്തോറും അത്രയും തുക ഖജനാവിൽ നിന്ന് ചെലവഴിക്കാൻ എളുപ്പമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു മാർഗമാണിത്. അതിനെന്ത് ചെയ്യും? ഈ മാൻസബ്ദാർമാർക്ക് ഒരു നിശ്ചിത ഭൂമി പതിച്ചു നൽകും. പദവിക്കനുസരിച്ച് സൈനിക വ്യൂഹം കൂടുതലുള്ള ആൾക്ക് കൂടുതൽ ഭൂമി, കുറവുള്ള ആൾക്ക് കുറവ് ഭൂമി. നമ്മൾ പറഞ്ഞു എണ്ണം വെച്ചിട്ടാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആർക്കാണ് പദവി കൂടുതൽ എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മാൻസബ്ദാർമാർക്ക് ഭൂമി പതിച്ചു നൽകും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കും? മാൻസബ്ദാർക്ക് കൊടുക്കും. ഒരു നിശ്ചിത ഏരിയ ഭൂമി കൊടുക്കും. അവിടുത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് കൊടുക്കും? മാൻസബ്ദാർക്ക് കൊടുക്കും. ആ കിട്ടുന്ന നികുതി കൊണ്ട് വേണം തൻ്റെ കീഴിലുള്ള സൈന്യത്തെ അയാൾ നിലനിർത്തേണ്ടത്. അപ്പൊ ഖജനാവിൽ നിന്ന് പൈസ പോവില്ല, സൈന്യമാവും ചെയ്യും. ഈ എന്താ പറയുക, മാൻസബ്ദാർമാർക്ക് ഭൂമി കിട്ടും ചെയ്യും, അവിടുന്ന് നികുതി എടുക്കും ചെയ്യാം. അങ്ങനെ നടപ്പാക്കിയ ഈ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക?
മാൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്ന മുഗൾ ചക്രവർത്തിയാണ് ഒരു അക്ബർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു തവണ കൂടി പറയാം, അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ്? മാൻസബ്ദാരി സമ്പ്രദായം കൊണ്ടുവന്ന മുഗൾ ചക്രവർത്തി ആരാന്നാണ് ചോദിക്കാനുള്ള സാധ്യത. അത് ആരാണ്? അക്ബറാണ്. മാൻസബ പദവിയാണ്, മാൻസബ്ദാർ എന്ന് പറയുന്നത് പദവി വഹിക്കുന്ന വ്യക്തിയാണ്. പദവിയുടെ ഏറ്റക്കുറച്ചിൽ എങ്ങനെയാണ്? എണ്ണം വെച്ചിട്ടാണ് കണക്കാക്കുക. അവർക്കൊരു നിശ്ചിത ഭൂമി കൊടുക്കും, ആ ഭൂമിയിൽ നിന്നുള്ള നികുതി അവർ പിരിക്കുക, എന്നിട്ട് തൻ്റെ കീഴിലുള്ള സൈനികരെ പോറ്റി കൊണ്ടുവരിക, തീറ്റി പോറ്റുക എന്ന് പറയില്ലേ, അങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ സൈന്യത്തിന് സൈന്യമാവും ചെയ്യും, ഖജനാവിൽ നിന്ന് നേരിട്ട് പൈസ പോവും ചെയ്യില്ല. അങ്ങനെ കൊണ്ടുവന്ന ഭരണരീതിയാണ്, സൈനിക ഭരണരീതിയെയാണ് എന്ത് പറയുക? മാൻസബ്ദാരി. കൊണ്ടുവന്നതാരാണ്? അക്ബറാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം ട്ടാ. അക്ബറുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. എന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബകൾ ആയിട്ട് വിഭജിച്ചിരുന്നു. ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് സുബകളെ സർക്കാരുകളായി തരംതിരിച്ചിരുന്നു. ജില്ലയുടെ അധികാരിയായിരുന്നു ഫൗജ്ദാർ എന്ന് പറയുന്നത്. കോടതികൾക്ക് പകരം മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. എന്താണ്? ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബകളായി തരംതിരിച്ചിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ വായിക്കാതെ കിട്ടില്ല. ഇവിടെ ഉത്തരം വരുന്നത് ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, 1 2 3 4 ശരി. അപ്പൊ എന്ത് വേണം? ഈ 4 പോയിന്റ് ഇവിടെ നിന്ന് പഠിച്ചു പോവുക. ഓക്കെ അല്ലേ? ഈ 4 പോയിന്റ് ഇവിടെ നിന്ന് പഠിച്ചു പോകണം. എന്താണ്? ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സുബകൾ ആയി തരംതിരിച്ചിരുന്നു. അതുപോലെ തന്നെ സുബകളെ സർക്കാരുകളായി തരംതിരിച്ചിരുന്നു. അതുപോലെ ജില്ലയുടെ അധികാരിനെ അറിയപ്പെടുക ഫൗജ്ദാർ എന്നാണ്. നമ്മൾ സൈനിക തലവൻ ആരാ? മീർ ബക്ഷി അല്ലെ, മീർ ബക്ഷി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ധനകാര്യത്തിന്റെ മേധാവി എന്ന് പറയുന്നത് നമ്മൾ വസീർ എന്നാണ് പറയുന്നത് അല്ലെ. ക്രമസമാധാനം വാള്, കുത്തുവാള് എന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ ജില്ലയുടെ അധികാരിനെ ഫൗജ്ദാർ എന്ന് വിളിക്കും. കോടതികൾ ഉണ്ടായിരുന്നില്ല, പകരം തർക്കങ്ങൾ സംഭവിക്കുമ്പോൾ മതപണ്ഡിതന്മാരാണ് അതിൽ ഇടപെട്ടാർന്ന് പറയും. ഇപ്പൊ 4 പോയിന്റ് ശരിയാണ്. ബാക്കി നോക്കാം നമുക്ക്. സുബകളെ വിഭജിച്ചിട്ടാണ് ജില്ലകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജില്ലകൾക്ക് പറയുന്ന പേരാണ് സർക്കാർ. എങ്ങനെയാണ്? സർക്കാർ എന്ന് പറഞ്ഞാൽ ജില്ലകൾ തന്നെയാണ്. കേട്ടോ, ഇവിടെ എന്താണ്? സൗകര്യത്തിനായി സുബ ഉണ്ടായിരുന്നു, സുബകളെ സർക്കാരുകളാക്കിയായിരുന്നു. ഈ സർക്കാരുകളുടെ അധികാരി തന്നെയാണ് ഒരു ഫൗജ്ദാർ. കാരണം എന്താ? സർക്കാർ എന്ന് പറഞ്ഞാലും ജില്ല എന്ന് പറഞ്ഞാലും ഒന്നാണ്. നോക്കാം എന്താണ്? സുബകൾ വിഭജിച്ച് ജില്ലകൾ ഉണ്ടായിരുന്നു, സുബകൾ വിഭജിച്ച് ജില്ലകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സർക്കാർ. സുബകളിലൂടെ, സുബ എന്ന് പറഞ്ഞാൽ പ്രവിശ്യയാണ്. അപ്പൊ രാജ്യത്തെ സുബകളാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രവിശ്യയായിട്ട് തരംതിരിച്ചു. പ്രവിശ്യനെ സർക്കാരാക്കി. സർക്കാർ എന്ന് പറഞ്ഞാൽ ജില്ല, അതിന് താഴെ ബാക്കി കാര്യങ്ങൾ. അപ്പൊ പ്രവിശ്യയുടെ തലവനെ, സുബകളുടെ തലവനെ എന്ത് വിളിച്ചു? സുബേദാർ. മാൻസബ്ദാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻസബ് എന്ന പദവി വഹിക്കുന്ന വ്യക്തികളാണ് മാൻസബ്ദാർ. സുബകളുടെ അല്ലെങ്കിൽ പ്രവിശ്യയുടെ തലവനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സുബേദാർ എന്ന് വിളിക്കുക. അക്ബറുടെ കാലഘട്ടത്തിലെ പ്രവിശ്യ തലവൻ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? സുബേദാർ. അക്ബറുടെ കാലഘട്ടത്തിലെ ജില്ലകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് സർക്കാർ. സുബകളുടെ പ്രവിശ്യകളുടെ തലവനായിരുന്നു സുബേദാർ എന്ന് പറയുന്നത്. നോക്കാം. ഇനി SCRT-യിലെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, മുഗൾ ഭരണരീതി എങ്ങനെയാന്നുള്ളത്. സുബ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഇത് പ്രവിശ്യയാണ്. പ്രവിശ്യ നേരെ അത് സർക്കാരായിട്ട് മാറും. സർക്കാർ എന്ന് പറഞ്ഞ ജില്ലയാണ്. ജില്ലകള് എന്തായിട്ട് അവന് പർഗാനയായിട്ട് മാറും. മാറുന്നല്ല, അതിനെ പർഗാനയായിട്ട് തരംതിരിക്കും, വീണ്ടും ഗ്രാമങ്ങളായിട്ട് തരംതിരിക്കും. തിരിച്ചു പറയുകയാണെങ്കിൽ ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന് പർഗാനകൾ രൂപം കൊള്ളുകയും പർഗാനകൾ കൂടിച്ചേർന്ന് സർക്കാർ രൂപം കൊള്ളുകയും ജില്ല രൂപം കൊള്ളുകയും ജില്ലകൾ കൂടിച്ചേർന്ന് പ്രവിശ്യകളും പ്രവിശ്യകൾ കൂടിച്ചേർന്നാണ് രാജ്യമുണ്ടാവുന്നത്. ഈ ഒരു രീതിയായിരുന്നു മുഗൾ സാമ്രാജ്യ കാലഘട്ടം. ആരുടെ കാലഘട്ടത്തില്? അക്ബറുടെ കാലഘട്ടത്തിലാണ്. വളരെ വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം ഈ ഭരണ സംവിധാനങ്ങൾ നിർത്തിയായിരുന്നത്. അതുകൊണ്ടാണ് ഭരണ സംവിധാനത്തിന്റെ ശില്പി എന്നറിയപ്പെടാൻ കാരണം ആരേനെ? അക്ബറേനെ. സുബ, സർക്കാർ, പർഗാന, ഗ്രാമ. നോക്ക്, മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്ത് ഇത്തരം ഒരു ഭരണക്രമം, നമ്മൾ നേരത്തെ കണ്ട ചിത്രം. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആര് തന്നെയായിരുന്നു? ചക്രവർത്തി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? എല്ലാത്തിൻ്റെയും അധികാരി ആരന്നെയാണ്? ഒരു തർക്കമില്ല, ചക്രവർത്തിയാണ്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ആര് തന്നെയാണ്? ചക്രവർത്തി തന്നെയാണ്. പിന്നെ എന്ത് തന്നു വെച്ചാൽ നീതി ന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ എന്തുണ്ടായിരുന്നില്ല? കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം
മതപണ്ഡിതന്മാരാണ്. ആ മതപണ്ഡിതന്മാരെ നമ്മൾ എന്ത് വിളിക്കും? ഗാസിമാർ. എന്ത് വിളിക്കും? ഗാസിമാർ എന്ന് വിളിക്കും. ഈ ഗാസിമാരാണ് എന്ത് ചെയ്തിരുന്നത്? ഈ തർക്കങ്ങളിൽ അന്വേഷണം നടത്തിയിട്ട് പരിഹാരമൊക്കെ നടത്തിയാറുണ്ട്. ആരാണ്? തീർപ്പ് കൽപ്പിച്ചത് ഗാസിമാരാണ്. എന്താണ് ബന്ധ്? മുഗൾ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല? കോടതി സംവിധാനം ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായിട്ടുള്ള മതപണ്ഡിതന്മാര് കേസ് അന്വേഷിക്കും, അല്ലെങ്കിൽ ആ തർക്കം അന്വേഷിക്കും, എന്നിട്ട് അതിന്റെ മുകളിൽ തീർപ്പ് കൽപ്പിക്കുകയാണ് ചെയ്യുക. പിന്നെ ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് നേരിട്ട് ചക്രവർത്തിയോട് പരാതി പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തുടക്കം തന്നെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജരോഗ ദർശൻ അല്ലെ, അത് അക്ബർ ചക്രവർത്തിയെ അല്ലെങ്കിൽ ചക്രവർത്തിമാരെ നേരിട്ട് കാണാനുള്ള സംവിധാനമായിരുന്നു. അപ്പൊ ഈ മതപണ്ഡിതന്മാരുടെ തീരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് നേരിട്ട് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഭരണകാര്യത്തിൽ രാജാവിന് ഉപദേശം നൽകുന്നതിന് മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. സ്വാഭാവികം, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും പഠിക്കുക. മുഗൾ ഭരണകാലത്ത് എന്തുണ്ടായിരുന്നു? ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. സുബ എന്ന് പറഞ്ഞ പ്രവിശ്യയാണ്. പ്രവിശ്യ കഴിഞ്ഞാൽ അത് സർക്കാരുകളാവും, ജില്ലകളാവും, അത് പർഗാനകളാണ്. അതിന് ഏറ്റവും താഴെ ഘട്ടമാണ് എന്ത്? ഗ്രാമം. ഗ്രാമം, പർഗാന, സർക്കാർ, സുബകളുടെ തലവൻ, പ്രവിശ്യ തലവനെ നമ്മൾ എന്ത് വിളിക്കും? സുബേദാർ എന്ന് വിളിക്കും. ദെൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീതിന്യായ നിർവഹണത്തിന് ഇന്നത്തെ പോലെ കോടതികൾ ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. അക്ബറുടെ കാലത്ത് തീർപ്പ് കൽപ്പിച്ചിരുന്നത് കോടതികളാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ? എന്തായിരുന്നു? മതപണ്ഡിതന്മാരാണ് കോടതികൾക്ക് പകരം. അപ്പൊ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കണേ, കോടതി ഇല്ലാത്ത നാടോ എന്ന് ചോദിച്ചിട്ട് ഒരിക്കലും മതപണ്ഡിതന്മാരുടെ പേര് നമുക്ക് വരാൻ പറ്റില്ല. പക്ഷെ അക്ബറുടെ കാലത്ത് എന്തായിരുന്നു? മതപണ്ഡിതന്മാരായിരുന്നു തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. മതപണ്ഡിതന്മാര് എന്ന് പറയപ്പെടുന്ന ഗാസിമാര്, അത് മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട വാക്കാണ്. തർക്കങ്ങളുടെ അന്വേഷണം നടത്തി കഴിഞ്ഞിട്ട് തീർപ്പ് കൽപ്പിക്കും. എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് ചക്രവർത്തിയോട് പറയാം. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ ഇല്ലേ? റെഡി അല്ലേ? ഓക്കെ ഇല്ലേ? റെഡിയായെന്ന് വിചാരിക്കണം, പഠിക്കണം. ഓക്കെ, ശരി. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും മുകളിൽ രാജാവുമായിരുന്നു. സ്വാഭാവികമായിട്ടുള്ളൊരു രീതി തന്നെ. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ടവർണിയർ. ശ്രദ്ധിക്കണേ, സഞ്ചാരിമാരെ പറ്റി ചോദിക്കാറുണ്ട്. ചേരുംപടി ചേർക്കുക, തെറ്റായ ജോഡി, രാജ്യം, സഞ്ചാരി, അല്ലെങ്കിൽ സഞ്ചാരി ഏത് രാജാവിന്റെ കാലഘട്ടത്തിൽ വന്നു, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അല്ലെങ്കിൽ സഞ്ചാരി അദ്ദേഹം എഴുതിയ പുസ്തകം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതില് മുഗൾ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ആര്? ടവർണിയർ. അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു വ്യവസ്ഥ അതിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാനുള്ള പേര് ഈ സഞ്ചാരി ടവർണിയർ എന്ന് പറഞ്ഞ സഞ്ചാരി ഫ്രഞ്ച് സഞ്ചാരിയാണ്. ബാക്കി കാര്യങ്ങളൊന്ന് വായിക്കുക. സാധാരണ ഒരു രാജ്യത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെ, ജാതി വ്യവസ്ഥ, വരുമാനം, കൃഷി, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഫാൽക്കൺ PSC നിങ്ങൾക്കായി ഒരു 10th പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെറും 49 രൂപയ്ക്കാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. 500+ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്യുക. വെറും 49 രൂപയ്ക്കാണ് നിങ്ങൾക്കത് അവൈലബിൾ ആവുന്നത്. എല്ലാവരും കൃത്യമായിട്ട് പരീക്ഷ എഴുതുക, കൃത്യമായിട്ട് പഠിക്കുക. ഈ 49 രൂപയ്ക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കുക. ഓക്കെ, ഇതിന്റെ ബാക്കി ക്ലാസ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, 7ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ 1, ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്